ഹായ് എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് ക്ലാസ് 8. സോ നമ്മുടെ ഓണം എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഓണം എക്സാമിൽ ബേസിക് സയൻസിലുള്ള ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്, പിന്നെ മോഷൻ, പിന്നെ നമുക്ക് ഫോഴ്സ് അല്ലെ, ഫോഴ്സിൻ്റെ കുറച്ച് പോർഷനൊക്കെ ഉണ്ടാവും നമുക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്ററിലെയും പ്രോബ്ലംസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നേരെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? യൂസിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ഫസ്റ്റ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. അതായത് ആദ്യ ജോഡിയിലെ ബന്ധം കണ്ടെത്തിയിട്ട് രണ്ടാമത്തത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ത്രസ്റ്റ് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ എൻ എന്ന് തന്നിട്ടുണ്ട്. അതായത് വ്യാപക മർദ്ദം എൻ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ഇതൊരു ക്വാണ്ടിറ്റി ആണ്, ഒരു അളവാണല്ലേ, എന്താണ് ത്രസ്റ്റ് എന്നുള്ളത്. സോ ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ആണ് എന്ത്, നമ്മളുടെ ന്യൂട്ടൺ അല്ലെങ്കിൽ എൻ എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സോ നമുക്കതിൻ്റെ തിയറി ഒന്ന് നോക്കാം. സോ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ത്രസ്റ്റ്. അതായത് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, വ്യാപക മർദ്ദം എന്ന് പറയാം. സോ സിമ്പിളായിട്ട് നമ്മൾ നോക്കിയാൽ ഒരു സർഫസ് നമ്മൾ എടുക്കുന്നു, ഒരു പ്രതലം എടുക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ബലം കൊടുക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ത്രസ്റ്റ് എന്ന് പറയാം. ത്രസ്റ്റ് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് തന്നെയാണ്. സോ ത്രസ്റ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ ആയിരിക്കും നമ്മളുടെ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. യെസ്. സോ നമുക്കത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കൊരു ഏരിയയിൽ നമുക്കൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ പ്രഷർ കിട്ടും. അതായത് വ്യാപക മർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ പരപ്പളവ്, അതായത് ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രഷർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് എഴുതി നോക്കാം. നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ത്രസ്റ്റ് ബൈ ഏരിയ ആണെന്ന് പറഞ്ഞു. ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ, എൻ ആണ്. അതുപോലെ ഏരിയൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അതായത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ ഇവിടെ അടുത്ത് നമ്മൾ ചെയ്താൽ മീറ്റർ ഇൻറ്റു മീറ്റർ ആണ്. മീറ്റർ സ്ക്വയേഴ്സ് ആണ് ഏരിയൻ്റെ യൂണിറ്റ് ബൈ മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് എന്തുമായിട്ടും എഴുതാം? പാസ്കൽ എന്നൊരു യൂണിറ്റും കൂടി ഉണ്ട് നമ്മളുടെ നമ്മുടെ പ്രഷറിന്. സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ യൂണിറ്റ്. അതുപോലെ തന്നെ പാസ്കൽ ഈസ് ആൾസോ ദി യൂണിറ്റ് ഓഫ് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് എന്താ, നമ്മളുടെ പാസ്കൽ എന്നും പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? നമുക്കിവിടെ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ എന്നെഴുതാം, ഓർ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? പാസ്കൽ അല്ലേ. യെസ്, നമുക്ക് പാസ്കൽ എന്നോ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയേഴ്സിനോ നമുക്ക് എഴുതാം. സോ നമ്മളെ യൂണിറ്റ്സ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ത്രസ്റ്റ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പാസ്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ വാക്വം ലൈറ്റ് ട്രാവൽസ് 3 lakh kilometers ഇൻ. അതായത് വാക്വം എന്താണ്, നമ്മുടെ ഔട്ടർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എന്താണ് ഒരു ശൂന്യതയിൽ നമുക്കെന്ത് പറയാം, പ്രകാശം ഇത്ര സ്പീഡിൽ ഇത്ര സെക്കൻഡിൽ ഒരു 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സോ 1 second, 1/2 second, 2 second, 3 second നമുക്ക് ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സ്പീഡ് എന്താണ്? 3 lakh kilometer പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്? 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. സോ നമ്മളിങ്ങനെ 3 ലക്ഷം നമുക്കിതിനെ എങ്ങനെ മീറ്റേഴ്സിലേക്ക് എഴുതാൻ പറ്റുക? യെസ്, നമുക്ക് 3 ലക്ഷം എന്താണ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1000 മീറ്റേഴ്സ് ആണ്. സോ നമ്മൾ വീണ്ടും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2, 3 നമ്മൾ എന്ത് ചെയ്യണം? 3 സീറോയും കൂടെ കൊടുക്കണം അല്ലേ. യെസ്. സോ എത്രയാണ് വരിക? യെസ്, ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മളിവിടെ നോക്കിയാൽ എന്താണ്, 3 ലക്ഷത്തിന് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 30 ലക്ഷം, 3 കോടി അല്ലെങ്കിൽ എന്താണ് 30 കോടി മീറ്റേഴ്സ് പെർ സെക്കൻഡാണ് നമുക്കറിയാം. അല്ലെങ്കിൽ എന്താണ് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാന്ന് പറയാം. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യമാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, 1 second. 1 സെക്കൻഡ് കൊണ്ടാണ് 3 ലക്ഷം കിലോമീറ്റേഴ്സ് നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം സഞ്ചരിക്കുന്നത്. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് നെക്സ്റ്റ് ചോദ്യം? റൈറ്റ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂ. അതായത് അസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമത്തിൽ യൂണിറ്റ്സിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കിയറിയാം മില്ലിമീറ്റർ, നാനോമീറ്റർ, അതായത് മീറ്റർ, നമ്മളെ ദൂരം അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ അളവുകളാണ് തന്നിട്ടുള്ളത്. രണ്ടാമത് എന്താ തന്നിട്ടുള്ളത്? ക്വിൻ്റൽ,
കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, അതായത് നമ്മളെ വെയിറ്റിൻ്റെ അല്ലെങ്കിൽ മാസിൻ്റെ യൂണിറ്റുകളാണ് അല്ലേ തന്നിട്ടുള്ളത്, ഗ്രാംസും കിലോഗ്രാംസും ഒക്കെ തന്നിട്ടുള്ളത്. സോ ഈ കൺവേർഷൻസ് നമ്മൾ തെറ്റിക്കരുത്. സോ നമുക്ക് അതിൻ്റെ കൺവേർഷൻസ് ഒന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ നമ്മളെ മെഷർമെൻറ്റ്സിൻ്റെ നമ്മുടെ മാസിൻ്റെ യൂണിറ്റ്സ് ആയിട്ടുള്ള ഗ്രാം, കിലോഗ്രാം ഒക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. സോ നമുക്ക് 1 ഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്, 1 ഗ്രാം. എന്താണ് ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ? മില്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1000-1 എന്നുള്ളതാണ്. സോ ഒരു മില്ലിഗ്രാമിനെ 1000 ടൈംസ് ആക്കിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ 1 ഗ്രാം കിട്ടുള്ളൂ. ഇനി ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, നമുക്ക് 1 ഗ്രാം ഇവിടെ ഉണ്ട്. സോ ഇതിന് 1000-1 എടുത്താൽ നമുക്കൊരു മില്ലിഗ്രാം കിട്ടും. അപ്പോൾ അതിനേക്കാളും ചെറുതാണ് അല്ലേ. ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ഗ്രാംസ് ആണ്. സോ 1 കിലോഗ്രാം എന്താ പറയുക, എന്താണ്, നമ്മൾ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, സോ ഇവിടെ എന്താണ്, നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്കൊരു കിലോഗ്രാം എന്താണ് മനസ്സിലായി. ഇനി എന്താ വേണ്ടത്, നമുക്കൊരു ക്വിൻ്റലും അതുപോലെ ഒരു ടണ്ണും പഠിക്കണം. സോ നമുക്ക് എന്താണ് 100 കിലോഗ്രാംസ് ആയാലും നമ്മളിപ്പം ചാക്കുകളുടെ ഒക്കെ നമ്മളെന്താണ് വെയിറ്റ്, നമ്മൾ ചാക്കിൽ അരിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വെയിറ്റ് ക്വിൻ്റലൊക്കെ പറയാം, 50 ക്വിൻ്റൽ അല്ലെങ്കിൽ 100 ക്വിൻ്റൽ എന്നുള്ള വെയിറ്റ് ഒക്കെ നമ്മൾ പറയും. സോ നമ്മൾ 100 കിലോഗ്രാംസ് എടുക്കുമ്പോൾ എന്താണ്, ഒരു ക്വിൻ്റലാവും. യെസ്, 100 കിലോഗ്രാം, 100 കിലോഗ്രാം. ഇനി നമ്മൾ 1000 കിലോഗ്രാം എടുത്താലോ, 1000 കിലോഗ്രാം എടുത്താൽ നമ്മളെന്താണ്, 1 ടൺ. സോ ഈ കൺവേർഷൻസ് മറക്കരുത്. മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ദെൻ ക്വിൻ്റൽ, ദെൻ ടൺ അല്ലേ. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഞാൻ നമ്മളോട് ഇൻക്രീസ് ചെയ്ത് കൂടി വരുന്ന ഓർഡറിലാണ് പറയാൻ പറഞ്ഞത്. സോ ആദ്യം ഏറ്റവും ചെറുതാരാണ്? മില്ലിഗ്രാം ആണ് ഏറ്റവും ചെറുത്, ഒന്നാമത് അല്ലേ, ഏറ്റവും ചെറുത്. പിന്നെ ആരാളുള്ളത്? അതിൻ്റെ 1000 ടൈംസ് ആയിട്ടുള്ള ഗ്രാം ആണ് രണ്ടാമത്. പിന്നെ ഏതാണ്? അതിൻ്റെ 3 ടൈംസ്, അതിൻ്റെ 1000 ടൈംസ് ആയിട്ടുള്ള കിലോഗ്രാം, 1 കിലോഗ്രാം. അതുപോലെ 100 കിലോഗ്രാംസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വിൻ്റൽ കിട്ടും. സോ നമ്മൾ എന്താ എഴുതേണ്ടത്? മില്ലിഗ്രാം ലെസ് ദാൻ ഗ്രാം ലെസ് ദാൻ കിലോഗ്രാം ലെസ് ദാൻ ക്വിൻ്റൽ. സോ നമ്മുടെ വെയിറ്റിൻ്റെ മാസിൻ്റെ കൺവേർഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ മീറ്റേഴ്സിൻ്റെ കൺവേർഷൻ. സോ മീറ്റർ കൺവേർഷൻ നമുക്ക് നോക്കാം. സോ മീറ്റേഴ്സിൽ നമുക്കറിയാം, ഒരു മീറ്റർ ഞാനിവിടെ ബേസ് ആയിട്ട് എടുത്തു. നമുക്കറിയാം ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിലും ചെറുതാണ് അല്ലേ, 1 സെൻറ്റിമീറ്റർ. സോ ഒരു 100 സെൻറ്റിമീറ്റേഴ്സ് കൂടിയാലാണ് എന്താവുക, 1 മീറ്റർ ആവുക, 100 സെൻറ്റിമീറ്റേഴ്സ്. സോ ഇനി നമുക്കറിയാം ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെൻറ്റിമീറ്ററിൻ്റെ 10-1 1 മില്ലിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എടുത്താൽ നമ്മൾ 10 ഡിവിഷൻസ് എടുത്താൽ 1 ഡിവിഷനാണ് എന്താ, 1 മില്ലിമീറ്റർ. സോ 1 മില്ലിമീറ്റർ അതിലും ചെറുതാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്? കിലോമീറ്റർ. നമ്മൾ ദൂരം, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്കുള്ള ദൂരം എന്നൊക്കെ നമ്മൾ പറയുന്നത് കിലോമീറ്റേഴ്സിലാണ് അല്ലേ. സോ നമുക്കറിയാം 1 മീറ്റർ, 1000 മീറ്റേഴ്സ് കൂടിയാൽ എന്തുണ്ടാവും? 1 കിലോമീറ്റർ ആവും. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ളത് ഏതാണ്? നമ്മൾ പുതിയ പേരുകൾ മൈക്രോമീറ്റേഴ്സും നാനോമീറ്റേഴ്സും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിനെ വീണ്ടും 1/1000 ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈക്രോമീറ്റർ കിട്ടും, 1 മൈക്രോമീറ്റേഴ്സ്. ഇനി എന്താണ്? അതിനെ വീണ്ടും 1/1000 ആക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 1 നാനോമീറ്റർ. സോ നമ്മൾ 1 നാനോമീറ്റർ എടുത്തു, 1 നാനോമീറ്റർ. ഇതിനെ ഞാൻ 1000 ഇരട്ടിയാക്കിയാൽ എനിക്കൊരു മൈക്രോമീറ്റർ കിട്ടും. അതിനെ വീണ്ടും ഒരു 1000 ഇരട്ടിയാക്കിയാൽ എനിക്കൊരു മില്ലിമീറ്റർ കിട്ടും. അതിനെ വീണ്ടും 1000 ഇരട്ടിയാക്കിയാൽ എനിക്കൊരു മീറ്റർ കിട്ടും. വീണ്ടും 1000 ടൈംസ് എടുത്താൽ എനിക്ക് എന്താ കിട്ടുക? 1 കിലോമീറ്റേഴ്സ്. സോ നമ്മുടെ കിലോ, മില്ലി, മൈക്രോ, നാനോ എന്നുള്ള ടേംസ് നിങ്ങളിനി മറന്നു പോകരുത്, മാറിപ്പോകരുത്. സോ നമ്മളുടെ കൺവേർഷൻസ് ഇങ്ങനെയാണ്. സോ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? മില്ലിമീറ്റർ, നാനോമീറ്റർ, സെൻറ്റിമീറ്റർ, മൈക്രോമീറ്റർ. സോ സിമ്പിൾ ആണല്ലേ. നമുക്കറിയാം നാനോമീറ്റർ ആണ് ഏറ്റവും ചെറുത്. അതിനേക്കാളും വലുതാണ് ആര്? നമ്മുടെ മൈക്രോമീറ്റേഴ്സ്. അതിലും വലുതാണ് ആര്? നമ്മളെ മില്ലിമീറ്റേഴ്സ്. ഇനി എന്താണ്? ഒരു 10 മില്ലിമീറ്റേഴ്സ് എടുത്താലും നമുക്ക് എന്ത് കിട്ടുക? 1 സെൻറ്റിമീറ്റർ അല്ലേ. സോ ഇതാണ് നമ്മളുടെ ആൻസർ. അതായത് നമ്മളോട് ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ നാനോമീറ്റർ, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, ദെൻ സെൻറ്റിമീറ്റർ. സോ നമ്മളുടെ ഈ ചാപ്റ്ററിന് ജനറലി എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ലെങ്ത് അല്ലെങ്കിൽ മീറ്റേഴ്സിൻ്റെ കൺവേർഷൻസ്, അല്ലെങ്കിൽ ഗ്രാം അല്ലെങ്കിൽ മാസിൻ്റെ കൺവേർഷൻസ്. ഓക്കെ, സോ നമുക്കിനി മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നോക്കാം. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ്. മോഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ടല്ലോ. നമ്മളെ ലെങ്ത്തുമായി ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ സ്പീഡ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നമുക്ക് അതിൻ്റെ 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ in the group and explain what is the common factor in others. സോ നമുക്കിവിടെ 4 ടേംസ് തന്നിട്ടുണ്ട്. അതിൽ ഓഡ് 1 കണ്ടുപിടിക്കാനാണ്, അതായത് കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ. സോ ദൂരം, സ്ഥാനാന്തരം, പ്രവേഗം ആൻഡ് ത്വരണം. സോ ഇവിടെ എന്ത് ബേസിസിലാണ് നമ്മൾ ഇവരെ തരംതിരിക്കുക?
സോ നമുക്ക് നോക്കാം. യെസ്, സോ നമ്മൾ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ടു ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ നമുക്കറിയാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം. അപ്പോൾ ഞാൻ ഇവിടുന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആണ് എൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പം ഞാൻ ആ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ അതിൻ്റെ അളവും പറയണം, അതുപോലെ തന്നെ ഡയറക്ഷൻ അതായത് ദിശ കൂടെ നമ്മൾ പറയണം അല്ലേ. ഇപ്പം ഞാൻ ഇവിടുന്ന് നോർത്ത് ഡയറക്ഷനിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയി. സോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തുണ്ട്? യൂണിറ്റ് അല്ലെങ്കിൽ അളവും ഉണ്ട്, മെഷർമെൻറ്റും ഉണ്ട്, എന്താണ് നമ്മളുടെ ഡയറക്ഷനും ഉണ്ട്. പക്ഷേ നമ്മളുടെ ഡിസ്റ്റൻസിന് എന്തേ ഉള്ളൂ? നമ്മളുടെ ഡയറക്ഷൻ ഇല്ല, നമ്മുടെ അളവ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ സച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതായത് നമ്മളുടെ എന്താണ് ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകൾ എന്താ നമ്മൾ പറയാം? സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. സോ നമുക്കൊരു അളവുണ്ട്, അതുപോലെ ഒരു ദിശയുണ്ടെങ്കിൽ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അളവ് മാത്രമുള്ളത്. ഇപ്പം നമ്മുടെ ഒരു മാസ്, ഇപ്പം നമ്മളെന്താണ് ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങും, അപ്പോൾ 1 കിലോ ഇന്ന സാധനം വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ 1 കിലോ എന്താണ്? അതൊരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്, അളവ് മാത്രമേ ഉള്ളൂ, അതിനെന്തില്ല? ഡയറക്ഷൻ ഇല്ല അല്ലേ. സോ നമ്മൾ നേരത്തെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷൻ നമ്മൾ പറയണം, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതിൻ്റെ നിരക്കാണ്, റേറ്റ് ആണ്. അതായത് പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ അതിന് എന്ത് വേണം? നമ്മളുടെ ഡയറക്ഷൻ വേണം. സിമിലർലി എന്താണ് നമ്മുടെ ആക്സലറേഷൻ എന്താണ്? നമ്മുടെ വെലോസിറ്റി മാറുന്നതിൻ്റെ നിരക്കാണ് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഡയറക്ഷൻ പറയണം. സോ നമുക്ക് തന്നിട്ടുള്ളതിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് ആരൊക്കെ? നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഒക്കെ. ഇനി നമുക്ക് തന്നിട്ടുള്ളതിൽ സ്കാലർ ക്വാണ്ടിറ്റീസ് ആരായിരിക്കും? സ്കാലർ ക്വാണ്ടിറ്റീസ് ആണ് നമ്മളുടെ ഡിസ്റ്റൻസ്. സോ നമ്മളിവിടെ എന്ത് ബേസിസിലാണ് ഇവരെ തരംതിരിക്കുന്നത്? വെക്ടറും സ്കാലറും അല്ലെങ്കിൽ എന്താണ് സദിശ അളവുകളും അദിശ അളവുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഇവിടെ തരംതിരിച്ചിട്ടുള്ളത്. സോ ആൻസർ വിൽ ബി ഡിസ്റ്റൻസ്. എന്താണ്? ദൂരം. സോ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. യെസ്, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഒരു ഇമേജ് തന്നിട്ടുണ്ട്, അതായത് ഒരാൾ മൂവ് ചെയ്യുന്ന പാത്ത് തന്നിട്ടുണ്ട്. പി, ക്യു, ആർ എന്ന് പറഞ്ഞ 3 പോയിന്റുകളുണ്ട്. പിയിൽ നിന്ന് ക്യൂയിലേക്ക് നമുക്കൊരു ആരോ മാർക്ക് കാണാം, അതുപോലെ ക്യൂവിൽ നിന്ന് ആറിലേക്ക് ഒരു ആരോ മാർക്ക് കാണാം. സോ എന്താണ്? ഒരാൾ പിയിൽ നിന്ന് നടന്ന് ക്യൂവിലെത്തി, അവിടുന്ന് നടന്നിട്ട് എന്ത് ചെയ്യും? ആറിലെത്തി. സോ അങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരുപാട് ചോദ്യങ്ങൾ ഇത് ബേസ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ആൻ ഒബ്ജക്ട് ട്രാവൽസ് ഫ്രോം പി ആൻഡ് റീച്ചസ് ആർ വയ ക്യൂ വിത്ത് യൂണിഫോം സ്പീഡ് ഇഫ് ഇറ്റ് ടേക്സ് 10 സെക്കൻഡ് ഫോർ ദ ട്രാവൽ. അതായത് ഒരു വസ്തു സമവേഗത്തിൽ സഞ്ചരിച്ച് 10 സെക്കൻഡ് കൊണ്ട് പിയിൽ നിന്ന് ക്യൂ വഴി ആറിലെത്തുന്നു. അതായത് പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോകുന്നു, പിന്നെ ആറിലേക്ക് എത്തുന്നു. 10 സെക്കൻഡാണ് ടോട്ടൽ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഇയാൾ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു? കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? കാൽക്കുലേറ്റ് ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി. അതായത് ഇയാളുടെ വേഗവും പ്രവേഗവും കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെന്താണ്? ഈസ് വെലോസിറ്റി യൂണിഫോം. വെലോസിറ്റി യൂണിഫോം ആണോ? അതായത് വസ്തു സമപ്രവേഗത്തിലാണോ സഞ്ചരിച്ചതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇയാളെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ആണ്. എന്താണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറഞ്ഞാൽ ഇയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സഞ്ചരിച്ച ലെങ്ത്ത് മുഴുവൻ നമ്മൾ അളന്നാൽ എന്ത് കിട്ടി? ഇയാളുടെ ദൂരം കിട്ടി. സോ നമ്മളിവിടെ തെറ്റിക്കരുത്. ഇയാൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത പാത്ത് ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. പിയിൽ നിന്ന് ക്യൂയിലേക്ക് പോയി, ക്യൂവിൽ നിന്ന് ആറിലേക്ക് വന്നു. സോ ഇത്രയും ദൂരം ഇയാൾ എത്ര ദൂരം ടോട്ടൽ സഞ്ചരിച്ചിട്ടുണ്ടാവും? പി ക്യൂ എന്നുള്ള 60 മീറ്ററും ക്യൂ ആർ എന്നുള്ള 80 മീറ്ററും. സോ നമ്മൾ എന്ത് എഴുതുക? നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ് അല്ലെങ്കിൽ ദൂരം എത്രയായിരിക്കും? 60 + 80 = എത്രയാണ്? 140 മീറ്റർ. യൂണിറ്റ് എപ്പോഴും തെറ്റിക്കരുത്, യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 60ഉം 80ഉം 140 മീറ്ററാണ് ഇയാൾ സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാളുടെ ആദ്യത്തെ പൊസിഷൻ, ഇയാൾ തുടക്കത്തിൽ എവിടെയാണോ അതുപോലെ അവസാനത്തെ പൊസിഷൻ, അതായത് ഫൈനൽ പൊസിഷനും നമുക്ക് വേണം. ഇനീഷ്യൽ പൊസിഷനും വേണം, ഫൈനൽ പൊസിഷനും വേണം. സോ ഇയാൾ പിയിൽ നിന്നാണ് തുടങ്ങിയത്, എന്നിട്ട് നടന്ന് ആറിലെത്തി. ഇയാൾ ഏത് വഴിയിലൂടെ പോയിക്കോട്ടെ, പിയും ആറും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഏറ്റവും ചെറിയ ദൂരം എത്രയാണോ അതാണ് നമ്മളുടെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മളിവിടെ നോക്കിയാൽ 110 മീറ്റർ, 110 മീറ്റേഴ്സ് ആണ് പിയും ആറും തമ്മിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. സോ നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും?
110, അതായത് 110 മീറ്റേഴ്സ് ആയിരിക്കും. സോ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ പോയ ദൂരം മുഴുവൻ കൂട്ടി നോക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യൽ പൊസിഷൻ ആദ്യം എവിടെയാണ്, ഫൈനൽ പൊസിഷൻ അവസാനം എവിടെയാണ്, ഇത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നോക്കുക. ആ ദൂരം എത്രയാണോ അതായിരിക്കും നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടൈം, സമയം എത്രയാണ്, 10 സെക്കൻഡ് കൊണ്ടാണ് ഈ യാത്ര മുഴുവൻ, ഈ ജേണി മുഴുവൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? സ്പീഡ് വേണം, അതുപോലെ വെലോസിറ്റി വേണം. സോ നമുക്ക് സ്പീഡ്, നമുക്ക് ആവറേജ് സ്പീഡാണ് നമ്മളിവിടെ എടുക്കുക. കാരണം നമുക്ക് മൊത്തം ഡിസ്റ്റൻസും മൊത്തം ടൈം തന്നിട്ടുള്ളത് സെയിം സ്പീഡിലാണ് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ്, ആവറേജ് സ്പീഡൊക്കെ സെയിം ആയിരിക്കും. സോ നമ്മുടെ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, അതായത് നമ്മുടെ ദൂരം ബൈ സമയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ സ്പീഡ് കിട്ടും. സോ ദൂരം എത്രയാണ്? 140 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ട്. 10 സെക്കൻഡ്സ് ആണ് എടുത്തത്. സോ 140 ബൈ 10 എത്രയാണ്? 14 അല്ലേ, 14, അതായത് 14 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇയാളുടെ സ്പീഡ്. അതായത് എന്താണ്, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്? യൂണിഫോം സ്പീഡാണ്, സ്പീഡ് മാറുന്നില്ല, വേഗത മാറുന്നില്ല, അല്ലെങ്കിൽ വേഗം മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്പീഡ്. ഇനി നമ്മളോട് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമുക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ദൂരം ബൈ സമയം ചെയ്താൽ മതി. പക്ഷെ നമ്മൾ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. സോ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടുള്ളൂ. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 110 മീറ്റർ ബൈ 10 സെക്കൻഡ്സ്. സോ നമ്മൾ 0 കട്ട് ചെയ്താൽ എത്ര ആയിരിക്കും? 11 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റീൻ്റെ അളവ്. നമുക്ക് ഡയറക്ഷനും കൂടി ഉണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റുള്ളൂ? നമ്മുടെ വെലോസിറ്റി മുഴുവനായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ. സോ 11 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം പി ടു ആർ. സോ എവിടുന്നാണ് തുടങ്ങിയത്? പിയിൽ നിന്നാണ് തുടങ്ങിയത്, ആറിലാണ് അവസാനിച്ചത്. സോ പി മുതൽ ആർ വരെ 11 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇയാളുടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. സോ ഡിസ്റ്റൻസ് നമുക്ക് 140 എന്ന് കിട്ടിയിരുന്നു മീറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 110 മീറ്റേഴ്സ്. അതുപോലെ സ്പീഡ് നമുക്ക് എത്ര കിട്ടിയത്? 14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി 11 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് യൂണിഫോം? വെലോസിറ്റി യൂണിഫോം ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. സോ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അളവുമുണ്ട്, ഒരു ഡയറക്ഷനുണ്ട്. അത് യൂണിഫോം ആവണമെങ്കിൽ ആ അളവും ഡയറക്ഷനും എന്ത് ചെയ്യരുത്? മാറരുത്, അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറരുത്. സോ നമ്മളിവിടെ നോക്കുമ്പം ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് ആദ്യം പോകുന്നത്, അതായത് ഈ ഡയറക്ഷനിലാണ് ആദ്യം യാത്ര ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഇയാൾ പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റിയിട്ട് ക്യൂയിൽ നിന്ന് ആറിലേക്ക് മൂവ് ചെയ്തു. സോ ഇവിടെ സെയിം സ്പീഡ്, വേഗം മാറുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. എങ്ങനെയാണ് വെലോസിറ്റി മാറുന്നത്? ആദ്യം പി മുതൽ ക്യൂ വരെ ട്രാവൽ ചെയ്ത ഇയാളുടെ ഡയറക്ഷൻ അല്ല ക്യൂ മുതൽ ആറ് വരെ ട്രാവൽ ചെയ്യുന്നത്. സോ വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ടോ? വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ നമ്മൾ ഈ ക്വസ്റ്റൻ എങ്ങനെ ആൻസർ ചെയ്യുക? ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് യൂണിഫോം? ഇറ്റ്സ് നോട്ട് യൂണിഫോം. യൂണിഫോം അല്ല. എന്തുകൊണ്ടാണ്? വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ ജസ്റ്റിഫൈ യുവർ ആൻസർ, അല്ലെങ്കിൽ എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളതിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഡയറക്ഷൻ മാറുന്നത് കൊണ്ടാണ് ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി, അതായത് സമപ്രവേഗം അല്ലാത്തത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെലോസിറ്റി ഓഫ് എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് റീച്ചസ് 24 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്സ്. 4 സെക്കൻഡ് കൊണ്ട് ഒരു കാറിൻ്റെ വേഗത എന്താണ്? നിശ്ചലാവസ്ഥയിൽ, അതായത് റെസ്റ്റിൽ നിന്ന് തുടങ്ങിയ ഒരു കാറിൻ്റെ വേഗത 4 സെക്കൻഡ് കൊണ്ട് 24 മീറ്റർ പെർ സെക്കൻഡ് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി? കാറിൻ്റെ ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അടുത്ത എന്താണ്? കാറിൻ്റെ ത്വരണം അല്ലെങ്കിൽ എന്താണ്, ആക്സലറേഷൻ കൂടെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ കാറ് ഇനീഷ്യലി തുടങ്ങുകയാണ്, എന്താണ്, റെസ്റ്റിലാണ് അല്ലേ തുടങ്ങുന്നത്, അതായത് നിർത്തിയിട്ട കാറാണ് തുടങ്ങുന്നത്. സോ നമുക്കറിയാം അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്? 24 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എത്തുന്നുണ്ട് 4 സെക്കൻഡോട്. അപ്പോൾ ഇത് യാത്ര ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാറിനൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി എത്രയാണ്? 24 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് അതിൻ്റെ മീനിങ്? നമ്മളുടെ കാറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം 0 ആണ്, അല്ലെങ്കിൽ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്?
24 ആണ്. സോ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടിയില്ലേ? വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുക? നമുക്കറിയാം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി, അല്ലെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതായത് നമ്മുടെ പ്രവേഗത്തിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് അത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എന്താ പറയുക? 0-ൽ നിന്ന് 24-ലേക്കാണ് നമ്മളുടെ വെലോസിറ്റി മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവേഗം മാറിയിട്ടുള്ളത്. സോ 24 മൈനസ് 0 ബൈ ടൈം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 4 സെക്കൻഡ്. സോ നമ്മളിവിടെ ചെയ്താൽ 24/4. സോ എത്രയാണ്? 4 6 24 അല്ലേ? സോ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമ്മളുടെ ആക്സലറേഷൻ. സോ ഇവിടെ ഡിവൈഡ് ചെയ്ത് 6 എന്ന് മാത്രം എഴുതരുത്. ആക്സലറേഷൻ അതായത് ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇത് തെറ്റിക്കരുത്, നമ്മുടെ യൂണിറ്റും എന്തുണ്ട്? മാർക്ക് ഉണ്ട്. സോ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമ്മളുടെ ആൻസർ. സോ ഇങ്ങനെ ചോദ്യം തന്നാൽ നമ്മളിങ്ങനെ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മാർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് വി ഏതാണ്, യു ഏതാണ്, ടി ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമുക്കിനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ ഫോഴ്സ് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. സോ എന്താണ് ക്വസ്റ്റ്യൻ? യെസ്, വിച്ച് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻ്റ്. ഈ തന്നിട്ടുള്ളതിൽ സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? റബ്ബർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്. 3 സോളിഡ് അല്ലെങ്കിൽ ഖരവസ്തുക്കൾ, 3 ഖരവസ്തുക്കൾ തന്നിട്ടുണ്ട്. സോ ഖരരൂപത്തിലുള്ള സ്നേഹകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? സോ റബ്ബർ, സ്റ്റീൽ ആൻഡ് ഗ്രാഫൈറ്റ് 3 എന്താണ്? സോളിഡ് ആണല്ലേ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ സ്നേഹകങ്ങൾ എന്ന് പറയുക. ആൻഡ് ഖരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആണ് നമ്മുടെ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഇപ്പോൾ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരുപാട് ലൂബ്രിക്കൻസ് ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൂബ്രിക്കൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ്? സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ള ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. സോ നിങ്ങൾ ഇപ്പോൾ നമ്മൾ റബ്ബർ എന്നൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ തോന്നും, പക്ഷേ എന്താണ് ആൻസർ? എന്താണ്? നമ്മുടെ ഗ്രാഫൈറ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫൈറ്റ് ആണ് ഖരരൂപത്തിലുള്ള സ്നേഹകം എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യം നോക്കാം. യെസ്, ടാബുലേറ്റ് ദ ഫോളോയിങ് ആസ് കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സോ താഴെ തന്നിട്ടുള്ളതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ചുവടെ കൊടുത്തവയെ സമ്പർക്ക ബലം ആൻഡ് സമ്പർക്കരഹിത ബലം. സോ നമുക്കറിയാം സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആളും അത് ആരുടെ മേലാണ് അപ്ലൈ ചെയ്യുന്നത്, ഇവർ രണ്ട് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടച്ച് ഉണ്ടെങ്കിൽ എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ പെൻ എടുക്കുകയാണ്. സോ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ബലം അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിനെ കോണ്ടാക്റ്റിൽ ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ എടുക്കുന്നത്. വിച്ച് മീൻസ് അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. എന്താണ്? കാന്തധ്രുവങ്ങൾ വികർഷിക്കുന്നു അല്ലെങ്കിൽ റിപ്പൾഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ലൈക്ക് പോൾസ്. സോ ഞാനൊരു മാഗ്നറ്റ് എടുത്തു, നോർത്ത് സൗത്ത് ആണ്. ഞാൻ ഇപ്പുറത്ത് ഒരു മാഗ്നറ്റ് എടുത്തു, സൗത്ത് നോർത്ത് വെച്ചു. സോ നമുക്കറിയാം സെയിം പോളാണെങ്കിൽ എന്താ ചെയ്യുക? റിപ്പലാണ് ചെയ്യുക. അടുത്തുകൊണ്ട് വെച്ചാൽ അവരെന്താ? വികർഷിച്ച് പോകും അല്ലേ. സോ ഇവർ തമ്മിൽ എന്തില്ല? കോണ്ടാക്റ്റ് ഇല്ല. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്? സമ്പർക്കരഹിത ബലം അല്ലെങ്കിൽ എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ ഞാൻ നോൺ കോണ്ടാക്ട് ഫോഴ്സിനെ ഇവിടെ N എന്ന് മാർക്ക് ചെയ്യാണ്. സോ നിങ്ങൾ എക്സാം പേപ്പേഴ്സിൽ എന്ത് വേണം? നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന് താഴെ ഏതൊക്കെയാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടേബിളേറ്റ് ചെയ്യുക അല്ലേ. ഒരു ടേബിൾ വരച്ചിട്ട് കോണ്ടാക്റ്റും നോൺ കോണ്ടാക്റ്റും രണ്ട് സൈഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ABCD എന്ത് ചെയ്താൽ മതി? തരം തിരിച്ചെഴുതിയാൽ മതി. സോ ഞാനിവിടെ ഫസ്റ്റ് വൺ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് മാർക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തെ എന്താണ്? പുഷിങ് എ ട്രോളി. ഒരു ട്രോളി നമ്മൾ പുഷ് ചെയ്യുക, അതായത് ഞാനൊരു ഒബ്ജക്റ്റിനെ എന്താണ് മൂവ് ചെയ്യാണ്, എൻ്റെ കൈ കൊണ്ട് ഞാൻ ടച്ച് ചെയ്തിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പെൻ എടുത്ത എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എ കോണ്ടാക്ട് ഫോഴ്സ്. സോ രണ്ടാമത്തെ എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്, ഒരു ട്രോളി തള്ളുന്ന അല്ലേ. മൂന്നാമത്തെ എന്താണ്? ഓപ്പണിങ് എ ഡോർ ബൈ പുഷിങ് ഇറ്റ്, അതായത് വാതിൽ തള്ളി തുറക്കുന്നു. നമ്മളെന്താണ്? നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡോറിൽ പിടിച്ചിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. അതെന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കോണ്ടാക്ട് ഫോഴ്സ്. സോ നമ്മുടെ CU എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നാലാമത്തെ എന്താണ്? മാംഗോ ഫാളിങ് ഫ്രം എ ട്രീ. സോ ഒരു മരത്തിൽ നിന്ന്, സോ നമുക്കൊരു മരമുണ്ട്, മരത്തിൽ നിന്നൊരു മാംഗോ താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്? എന്ത് റീസൺ കൊണ്ടാണ് ഒരു മരത്തിൽ നിന്നൊരു മാങ്ങ താഴേക്ക് വീഴുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് അല്ലേ. സോ നമ്മുടെ ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഓരോ ഒബ്ജക്ട്സും താഴേക്ക് വീഴുന്നത്. അപ്പോൾ ഞാൻ ഈ പെന്ന് ഡ്രോപ്പ് ചെയ്ത് എന്ത് ചെയ്യുക? അത് താഴേക്ക് വീണു. സോ അതൊരു ഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. സോ അത് എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്? നമ്മളുടെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇപ്പം നമ്മളുടെ ഭൂമിയും
ചന്ദ്രനും തമ്മിൽ അല്ലെങ്കിൽ എർത്തും മൂണും തമ്മിൽ എന്തുണ്ട് ഗുരുത്വാകർഷണ ബലമുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സണ്ണും പ്ലാനറ്റ്സും തമ്മിൽ എന്തുണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. ഏത് രണ്ട് വസ്തുക്കൾ, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് പെൻ എടുത്താൽ ഇവർ തമ്മിൽ എന്തുണ്ട് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ഡിയും എന്തായിരിക്കും നോൺ കോണ്ടാക്ട് ഫോഴ്സ്. മാവിൽ നിന്നും മാങ്ങ വീഴുന്ന കേസ് അല്ലേ. സോ നമ്മുടെ നോൺ കോണ്ടാക്റ്റും കോണ്ടാക്റ്റും നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഫോഴ്സ് അപ്ലൈഡ് ബൈ കോണ്ടാക്ട് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് കോണ്ടാക്ട് ഫോഴ്സ്. എന്താണ് വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. സിമ്പിൾ ആണ് അല്ലേ. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് കാന്തിക ബലം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗുരുത്വാകർഷണ ബലമൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. സോ നമുക്കൊരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, തന്നിരിക്കുന്ന അളവുകളുടെ ബന്ധം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. സോ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇവിടെ 2 ഗ്യാപ്സ് തന്നിട്ടുണ്ട്, ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പൂരിപ്പിച്ച പട്ടികയുടെ സഹായത്തോടെ വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ മർദ്ദവും പരപ്പളവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി എഴുതുക. ഓക്കെ, 2 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളുടെ കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ ഗിവൺ ക്വാണ്ടിറ്റീസ്. ഓക്കെ, with the help of completed table find the relation between pressure and surface area when the thrust being same. thrust same ആണെങ്കിൽ നമ്മളോട് എന്താണ് ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാ റിലേഷൻസും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ത്രസ്റ്റ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? യെസ്, ഇവിടെ ത്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബലം, വ്യാപക മർദ്ദം അല്ലെങ്കിൽ ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഏരിയ ആണ് തന്നിട്ടുള്ളത്. സോ മർദ്ദം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രഷർ കിട്ടും. സോ നമ്മുടെ ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രഷർ കിട്ടും. സോ ഇവിടെ 10 ന്യൂട്ടൺ ആണ് നമ്മളുടെ ത്രസ്റ്റ്, 2 ആണ് നമ്മളുടെ ഏരിയ. സോ 10/2 10/2 എത്രയായിരിക്കും? 10/2 is 5. 5 എന്താണ്? 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ യൂണിറ്റ് തെറ്റിക്കരുത്, യൂണിറ്റ് കറക്റ്റ് ആക്കിയിട്ട് എഴുതുക. സോ നമ്മൾ വ്യാപകമർദ്ദം ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 5 കിട്ടും. ഇനി നമ്മളുടെ അടുത്ത ആളെന്താണ്? നമ്മുടെ ത്രസ്റ്റ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടില്ല. സോ നമുക്കറിയാം ത്രസ്റ്റ് ബൈ ഏരിയ ചെയ്താൽ നമുക്കിത് കിട്ടുക. സോ 10 ബൈ ഏരിയ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്മളുടെ 10 കിട്ടണം അല്ലേ. സോ ഇതെന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. സിമ്പിളാണ്. സോ ദിസ് ഇസ് 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെയുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളുടെ പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ്, യെസ്, പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? എന്താ ചോദിച്ചിട്ടുള്ളത്? 1 സെക്കൻഡ്. എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സർഫസ് ഏരിയ വെൻ ത്രസ്റ്റ് ഈസ് സെയിം. ത്രസ്റ്റ് സെയിം ആണെങ്കിൽ പ്രഷറും ഏരിയയും തമ്മിലുള്ള റിലേഷനാണ്. സോ ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു thrust by area is equal to pressure. സോ ത്രസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ത്രസ്റ്റ് ഞാൻ മാറ്റുന്നില്ല, സെയിം ത്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ഏരിയ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള പ്രഷർ കുറയും. സോ ഞാൻ സെയിം ഫോഴ്സ് എന്താണ് എൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. സോ ഞാൻ വലിയൊരു ഏരിയയിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? അവിടുത്തെ പ്രഷർ കുറവായിരിക്കും. സോ നമ്മുടെ ഏരിയയും പ്രഷറും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ നമ്മൾ ഈ റിലേഷൻ നമ്മൾ ഈ സിമ്പിൾ നമുക്ക് അറിയില്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഏരിയയും പ്രഷറും നമ്മൾ എന്താണ്? സെയിം ത്രസ്റ്റ് അല്ലെങ്കിൽ സെയിം ഫോഴ്സ് ആണെങ്കിൽ വലിയ ഏരിയ ആണെങ്കിൽ ചെറിയ പ്രഷർ ആയിരിക്കും, ഇനി ചെറിയ ഏരിയ ആണെങ്കിലോ വലിയ പ്രഷർ ആയിരിക്കും. സോ നമ്മൾ എന്താണ് നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് എഴുതേണ്ടത്? നമ്മളുടെ ഏരിയ കൂടുമ്പോൾ അല്ലെങ്കിൽ പരപ്പളവ് കൂടുമ്പോൾ, ഏരിയ ഓഫ് സർഫസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ പ്രഷർ വിൽ ഡിക്രീസ്, നമ്മുടെ മർദ്ദം കുറയുന്നു. പിന്നെ നേരെ തിരിച്ചുള്ള പോയിന്റ് എഴുതുക. നമ്മുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സർഫസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? എന്താ സംഭവിക്കുക? നമ്മുടെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. സോ നമ്മുടെ ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തത്, നമ്മളെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്തത്. സോ നിങ്ങളുടെ ഓണം എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് എക്സാംസ് എഴുതുക ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.